അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്നപ്പോൾ തന്നെ ഗൈസ് ഇവിടെ ഒരു ബുഗാട്ടീൻ്റെ ബമ്പർ അടിച്ച് കലങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നല്ല അടിയാണ് അടിച്ചത്. പറയുന്ന ഈ ക്രിമിനലാണ് ഈ ഒരു വണ്ടിയിലിട്ട് അടിച്ചത് എന്നാണ്. ഓക്കെ, എന്തായാലും നല്ലോണം പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ചാൽ ലൈക്ക് അടിക്കുക. ഈ ബുഗാട്ടി എടുത്തിട്ട് നമുക്ക് ആ ലംബോർഗിനി എടുത്തിട്ട് മെല്ലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി ജയിലിൽ ചാടി കേസ് നമ്മൾ പിടിച്ചു കൊടുത്ത്. അവൻ ഒരു ഫേക്കായിരുന്നു, പക്ക ഫേക്കായിരുന്നു ഗൈസ് അവൻ. അതുകൊണ്ട് തന്നെ അവൻ ഫേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ലേഡീനെ കണ്ടായിട്ട് ഓർക്കുന്നുണ്ടാ. ആ ലേഡി ആയിരുന്നു ശരിക്കും ക്രിമിനൽ. അവൻ വെറും ഡൂപ്പായിരുന്നു ഗൈസ്. എന്തായാലും നമ്മളെ നല്ല രീതിയിൽ തന്നെ അവൻ പൊട്ടിച്ചിട്ടുണ്ട്, പൊട്ടനാക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ആ ഒരു ക്രിമിനലിൻ്റെ വീടും കാര്യങ്ങളൊക്കെ തന്നെ പോലീസുകാരെ കാണിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അടുക്ക പോയിട്ട് അറിയാം സാർ എന്തൊക്കെയാണ് എന്നോട് പറയാമെന്നറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. സാർ എന്തെങ്കിലും പറയായിരിക്കും എന്നോട്. കാര്യമില്ലാണ്ട് സാർ അങ്ങനെ എന്നെ വിളിക്കാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്നും പോയി നോക്കുന്നതിന് തെറ്റുന്നില്ല. ഓക്കെ, ബമ്പർ എന്തായാലും നേരത്തെ പൊളിഞ്ഞായിരുന്നു, ഇപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ ഒരു ലേഡീനെ കാണുന്നത്. ഇനി അവനാണോ? അവനൊന്നായിരിക്കില്ല. എന്താ ചേച്ചി, ഞാനിവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞാടാ. നീ ഏതാടാ വായി നോക്കി? അല്ല, ഞാൻ ആരുമില്ല ചേച്ചി, ഞാൻ ഒന്ന് വെറുതെ ഇവിടെ ബൈബോക്കനാ അടിച്ച് എൻ്റെ അള്ളിയ. വരുമ്പം തന്നെ ശകുനാണല്ലോ. എന്താ സാർ? എന്താ സാർ? എടാ, ആ പുള്ളി ജയിലിൽ ചാടിയടാ, അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത്. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് അവനെ പിടിക്കാൻ നോക്കടാ. അവനെ പിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാടാ. ഓക്കെ, അവൻ്റെ സംഗീതത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ നിൻ്റെ ഫോണിലിട്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, നീ ഒന്ന് പോയി നോക്കടാ. ഓക്കെ സാർ, ഞാൻ പോയി നോക്കാം. ബട്ട് എന്തോടാ ബട്ട്? എൻ്റെ റോയ്സ് റോയ്സ് ഞാൻ ഇന്നും എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ല. അവനെ പിടിച്ചെങ്കിൽ നിനക്ക് നിൻ്റെ റോയ്സ് റോയ്സ് കിട്ടും. ഓക്കെ, ഞാൻ പിടിച്ചോളാം. നീ തൽക്കാലം പോലീസുകാർ എടുത്തോ. ഓക്കെ ഗെയ്സ്, സാറ് പറഞ്ഞിരിക്കുന്നത് പോലീസുകാർ എടുക്കാനാണൊക്കെ. മെല്ലെ സൂക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊച്ച ഉണ്ടായാലും അവൻ്റെ ഒരു ഗ്യാങ് തന്നെ ആ വീട്ടിലുണ്ടാവും എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയില്ല ഗെയ്സ്, വല്ലാത്തൊരു പേടി. നമ്മൾ പേടിയില്ല ഗെയ്സ്. ഓക്കെ ഗെയ്സ്, എനിവേ നമ്മൾ ആ ഒരു ലൊക്കേഷൻ ഇതാണ്. അപ്പം ഇവൻ്റെ വീട് തന്നെ വലിയ വീടാണ്. ഇവൻ കുറേ കൊള്ളയടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് മെല്ലെ ഒരു കാർ ഇവിടെ ഇട്ട് പാർക്ക് ചെയ്യാം കേട്ടോ. മെല്ലെ ഒച്ചകല് നമുക്ക് സാറിൻ്റെ AK-47 തന്നിട്ടുണ്ട്, പിസ്റ്റൽ തന്നിട്ടുണ്ട്, RPG തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മെല്ലെ പോയി ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ട് മെല്ലെ നമുക്ക് എടുക്കാം കേട്ടോ. അവൻ്റെ കാറ് ഞാനിന്ന് പണിയും. ഓക്കെ, അവൻ്റെ കാറ് എന്തോ പ്രത്യേകതകളുള്ള ആരാന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ തൽക്കാലം AK-47 എടുക്കണ്ട. നമുക്ക് വേഗം പോയി ഞാനൊന്ന് പിസ്റ്റൽ എടുക്കട്ടെ. കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ പിസ്റ്റലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും വേണ്ടി നമുക്ക് മെല്ലെ നല്ല കൂളായി പോവാം. ഒച്ച കേൾക്കരുത്. അവൻ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അവൻ നമ്മളെ പിടിക്കും ഗൈസ്. ഓക്കെ, മെല്ലെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓട വേം വാ. അവൻ്റെ വീട്ടിൽ ജിമ്മൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെല്ലെ വാ. ഓക്കെ, പിസ്റ്റൻ എടുക്കുക. AK-47 പൊട്ടാ പിസ്റ്റൻ. ഓക്കെ ഗൈസ്, പിസ്റ്റൻ എടുത്തിട്ട് ഓക്കെ ചൂണ്ട. എടാ, ആരുണ്ടെങ്കിലും ഇവിടെ വന്നോ? ഞാൻ പഴയ പഞ്ചാബി ആടാണ്. വെടിവെക്കടാ. ആരും ഇല്ലേ? എടാ, മര്യാദയ്ക്ക് വന്നോ? ഓക്കെ, മര്യാദയ്ക്ക് വന്നോ? കേരളത്തിൽ വലിയൊരു അമ്മേ. എന്താടാ? റേഡിയോ. ഓക്കെ, പൊട്ടൻ റേഡിയോ തുറന്ന് വെച്ചിട്ട് പോവേ ഗേസ്. ഇവൻ ഇവിടെ ഇല്ല. നമുക്ക് ഇവൻ്റെ കാർ എടുത്തിട്ട് ഞാൻ നൈസായി മുങ്ങിക്കോളാം. ഓക്കെ, കാർ വിട്ടിട്ടൊരു കളിയില്ല. എൻ്റെ കേസ് ഇന്നലെ പാർട്ട് 3 വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഗേസ്. എൻ്റെ റോയ്സ് ആണ് അവൻ കത്തിച്ച് കളഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ നല്ലൊരു സ്വിമ്മിംഗ് പൂളാണല്ലോ. കുളിച്ചിട്ട് മെല്ലെ പോയാൽ മതി ഗേസ്. എന്തിനാണ് തിരക്ക്? നമ്മൾ കുളിച്ചിട്ട് മെല്ലെ പോവും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ അവൻ്റെ കാർ എടുത്തിട്ടാണ് ഞാൻ പോവത്തുള്ളൂ. അവൻ്റെ കാർ എടുക്കാണ്ട് ഞാൻ പോകുന്നത് ആർക്കും തോന്നണ്ട ഗൈസ്. ഓക്കെ, അവൻ്റെ കാർ ഞാൻ എടുത്തിട്ട് വേണം പോവാൻ ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പോവാം. കാർ എടുക്ക്. ഓക്കെ, കാർ എടുത്ത് നമുക്ക് മെല്ലെ വളച്ചിട്ട് ഓ ഇതെന്തെന്നാ? റോക്കറ്റാ? എന്തള്ളിയാ?
ഓക്കെ വേമ്പോ ഇത് ഇനി ഇതിലെന്ത് കൂടോത്ര ചെയ്ത് വെച്ചിട്ടുള്ളേ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവൻ്റെ കാറല്ലേ. എടേ നൈസായി പണി പാളിട്ടാ. ബ്രേക്ക് കിട്ടുന്നില്ല. പൊടിച്ചെൻ്റെ അമ്മോനെ പണി കിട്ടി. നമ്മളിന്ന് ചത്തന്നടെ ഇറങ്ങാൻ പറ്റുന്നില്ല. പിടിച്ചിരുന്നോ, സീറ്റ് ഇട്ടോ, എയർ ബാഗ് പൊങ്ങിയിട്ടുണ്ട്. ആക്സിലേറ്റർ കാർ എടുക്ക് പോട്ടാ. ഓക്കെ ഇവിടെ അടിച്ച് നിൽക്കൂ. മെല്ലെ ലാൻഡ് ഷൂ മറിഞ്ഞില്ല. ഓക്കെ എൻ്റെ അമ്മോ. എന്തായാലും നമുക്ക് നേരെ പോവാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് കാര്യം, നമുക്ക് പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സേഫ് ഒന്നാവില്ല. ഏതൊക്കെ കോള് വരുന്നുണ്ട്. നിൽക്കടാ. എടാ കോൾ അറ്റൻഡ് ചെയ്യടാ. ഓക്കെ കോൾ അറ്റൻഡ് ചെയ്ത്. ഹലോ, എന്നെ മനസ്സിലായോടാ? ആരി? ഞാനാണ്. മറ്റേതാ? ഏതാ മറ്റേത്? എനിക്കൊരാളെ അറിയില്ല. നീ എന്താണ്, ക്രിമിനലാ? അതാടാ, ഞാൻ ക്രിമിനലാണ്. നീ ഓടിച്ച കാറിൽ ഇപ്പം ഞാൻ ബോംബിട്ടിട്ടുണ്ട്. ബോംബാ? അതാടാ. പോടാ, നീ പറ്റിക്കുന്ന എനിക്കറിയോ. ഗായ്സ്, ഇതിൽ ശരിക്കും ബോംബുണ്ട്. എന്താളിയാ, ഓടറാ. പിന്നെയും വരുന്നുണ്ടല്ലോ മെസ്സേജ്. എന്താണ്? സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റാ? എന്താണ്? ഒന്നാവുന്നില്ല. പറ്റിക്കുന്നതാണവേ. ഒന്നാവുന്നില്ലല്ലോ. അയ്യോ പൊട്ടി. ഏതാ പൊട്ടി. ഓടറാ. നീ എന്തിനാടാ അതിൻ്റെ അടുത്ത് പോണ്? പൊട്ടാ. ബാക്കോട്ട് ഓടിപ്പോടാ. എൻ്റെ